അതിങ്ങനെ ഉണ്ടാവില്ല. അതിപ്പോ നാളെ മുഷാവറല്ല, അതിന് മുമ്പ് ഉണ്ടാവും. നാളെ മുഷാവർ ഇതുമായിട്ട് ബന്ധമുള്ള ചർച്ച അല്ല. ഇത് മുഷാവറിന്റെ മുമ്പ് തന്നെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ്, അവരുടെ മാസം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചു. ഇതിപ്പോ ഇവിടെ ഈ ഹോട്ടലിൽ ഈ റൂമിൽ കഴിഞ്ഞ ഒരു 3 പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ 27-ാം തീയതി കൂടാന്ന് എനിക്കൊരു അസൗകര്യം ഉണ്ടായത്. 28-ാം തീയതി തങ്ങൾക്കൊരു അസൗകര്യം ഉണ്ടായി. പിന്നെ തങ്ങൾ പോയിന്റെ ശേഷം കുഞ്ഞാടി സാഹിബും ഞാനും MT സാഹിബ് ഞങ്ങളും കൂടി ഇരുന്നൊന്ന് സംസാരിക്കാന്ന് വെച്ചു. തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിക്കും. തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ വന്നതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അല്ല ഞങ്ങൾ അതിന്റെ ശേഷം ഇരുന്നിട്ട് ഈ ചർച്ച നേതൃത്വം മുൻകൈ എടുത്ത് നടത്തുന്ന ചർച്ചയാണോ അതോ ആരെങ്കിലും ഒരു വിഭാഗത്തിന്റെ പരാതി പ്രകാരമാണോ? അല്ല, ഇത് നേതൃത്വം പരാതിയൊന്നും തിരില്ല. എല്ലാവരും നമ്മളോട് ഈ നേതൃത്വം മുൻകൈ എടുത്ത് നടത്തുന്നതിനാണ്. പിന്നെ അത് ചിലർ സൂചിപ്പിക്കുമല്ലോ പലരും. അപ്പൊ ഇത് അങ്ങനെയാണ് അത് ചർച്ച. ആ നേതൃത്വത്തിന് ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഇത്തരം ചർച്ച പതിവുള്ളതാണ്. യാത്രകൾ ഉണ്ടായിരുന്ന സമയത്തും എതിർത്തങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഓരോരോ വിഷയങ്ങൾ വരും. ഈ ചർച്ച പതിവുള്ളതാണ്, അല്ലാതെ അസാധാരണ ഇതിലൊന്നുമില്ല. വ്യത്യസ്തമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് താഴെത്തള്ളിലെത്തി യോഗങ്ങളായി, സമാന്തര കമ്മിറ്റികളായി, പ്രതിഷേധങ്ങളായി, അങ്ങനെ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായി താഴേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ കഴിയും, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയും. അതൊക്കെ കഴിയും. അതിനുവേണ്ടിയാണ് ഇരുന്നത്. താഴെത്തട്ടിലേക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും ഇപ്പില്ല. താഴെത്തട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് പരിഹരിക്കാൻ കഴിയാത്തതായ ഒന്നും ഇപ്പില്ല. ഒന്നുമില്ല. നേതാക്കളെടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എല്ലാവരും പറഞ്ഞിട്ടില്ല. നടപടി എന്തെങ്കിലും ഉണ്ടാവും? അല്ല, അതൊക്കെ നമ്മൾ ഇപ്പൊ പറയാൻ പറ്റില്ല. നടപടി ഉണ്ടാവോ? അതൊക്കെ നടപടി ഉണ്ടാവോ? നമ്മൾ ഈ നടപടിയല്ലല്ലോ വലുത്, പരസ്പരം യോജിപ്പിക്കും. പിന്നെ എന്ത് നടപടിയാണ്? അതന്നെ പറഞ്ഞത്. അത് അവര് ഓരോരുത്തർക്കുള്ള നിഗമനം അനുസരിച്ച് പ്രവർത്തനത്തിന് അത് ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പം അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിന് വേണ്ടതുപോലുള്ള തീരുമാനങ്ങളും അതിന് വേണ്ടതുപോലെ ആരെങ്കിലും നടപടി എടുക്കാൻ വേണ്ടിയുള്ളൊരു നടപടി എടുക്കുകയാണെങ്കിൽ ഇപ്പം എന്തെല്ലാം നടപടി എടുക്കുക. ആ നടപടിക്കലല്ല നമ്മളൊന്നും നിലവാരം, അതിന് നിലപാട് അത് വിശാലമായിട്ട് കൂട്ടിപ്പിടിച്ച് പോകുക എന്നുള്ളതാണ്. സമസ്ത ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളത് ഒന്ന് സുന്നികളുടെ മാത്രം ആവശ്യമല്ല, അത് സമൂഹത്തിൻ്റെ തന്നെ ആവശ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത്. അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇന്നിവിടെ കൂടി. പിന്നെ വിട്ടുവീഴ്ച മനോഭാവമാണ് നമ്മുടെ അടിസ്ഥാനം. അത്രയാണ്, അത് മനസ്സിലാക്കണം. നടപടിയല്ല. അത് നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമാണ് ഏറ്റവും വലുത്. അച്ചടക്കം പ്രധാനമാണ്. അച്ചടക്കം നമ്മൾ പറയുന്നുണ്ടല്ലോ, അച്ചടക്കം ഉണ്ടാവും. അച്ചടക്കത്തിനെതിരായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതോടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതികൾ. രണ്ടു കൂട്ടർക്കും പരാതി ഉണ്ടാകുമ്പോൾ രണ്ടു കൂട്ടരെ ഒരുമിച്ചിരുത്തിയിട്ടില്ല സംസാരിക്കേണ്ടത്. ഒരു വിഭാഗം വരുമ്പോൾ മറ്റു വിഭാഗം അതാണ് അടുത്ത് ഇരുത്തി സംസാരിക്കും. ഈ പറഞ്ഞ മലയാളം മനസ്സിലായില്ലേ? ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നില്ല, അടുത്ത് ഇരുത്തും എന്ന് പറഞ്ഞില്ല. അതിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അതെ അതെ. മുഷാവറിനൊക്കെ അതിൻ്റെതായ സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ. സംഘടന മുഷാവറല്ലേ. അപ്പൊ അതിന് പല ചർച്ചകളുണ്ടാവും, പലതും ഉണ്ടാവും. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂലല്ലോ അതിലെന്താ ചർച്ചകൾ. പിന്നെ അന്ന് നിങ്ങൾക്ക് വാർത്ത ഉണ്ടാവില്ലോ. അടുത്ത മീറ്റിംഗ് എല്ലാവരും സൗകര്യം അനുസരിച്ചുള്ള 2 പക്ഷത്തുനിന്നും 10 പേരെയാണല്ലോ വിളിച്ചിരുന്നത്. ഈ 10 പേർക്കും അസൗകര്യമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നമ്മൾ പറഞ്ഞില്ല. അസൗകര്യം 2 വർഷം എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? സൗകര്യം ഉണ്ടായാല് അവരെ പരിഗണിക്കുന്നവർക്ക്, അതായത് ആ വരുന്ന ആളുകളിൽ നിന്നുള്ള ചിലർക്ക് ഉണ്ടായി. ചിലർക്ക് ഉണ്ടാവുമ്പോ എല്ലാവർക്കും വരാൻ പറ്റൂല. അപ്പൊ അവര് അങ്ങനെ അതാണ്ടായി. ഈ ഉന്നത നേതൃത്വം എല്ലാം ഒഴിവാക്കി വരുമ്പോൾ ഈ ചെറിയ അസൗകര്യമൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കലല്ലേ മര്യാദ? അല്ല, മര്യാദ അങ്ങനെ രണ്ടും ആവാം. അതാണ് ഞാൻ പറഞ്ഞ മോട്ടിവേഷൻ അനുഭവമാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മളോട് അവര് പറഞ്ഞിട്ടുണ്ട് അവരെ സംഗതികൾ. ഈ സമസ്തയിലെ ഭിന്നത മറ്റു ചിലർ മുതലെടുക്കുന്നില്ലേ? അത് എല്ലാത്തിനും ഭിന്നതയല്ല, അതിനെതിരുള്ളവരൊക്കെ മുതലെടുക്കും. അത് സ്വാഭാവികമാണ്.
നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അവരാരും മുതലെടുക്കൂല. അത് മുതലെടുക്കാതെ നമ്മൾ പറയുന്നത്. ഇപ്പൊ ലീഗിൽ ഭിന്നതുണ്ടെങ്കിൽ അത് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ മുതലെടുക്കും, സമസ്തയിൽ ഭിന്നതുണ്ടെങ്കിൽ മറ്റുള്ള, പക്ഷെ ഭിന്നത ഇല്ലാതെ നമ്മൾ പറയണത്. ഓരോന്ന് ശ്രദ്ധിച്ചാൽ വലുതാക്കാതിരുന്നാൽ മതി. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അതിന്റെ ശേഷം പറയേണ്ട സംഗതികളാണ്, ഇപ്പൊ പറയാൻ പറ്റില്ല. ശരി, മുക്കത്തിനെതിരെ നടപടി ഉണ്ടാവുമോ, അതോ അതിന് വിട്ടുവീഴ്ച ആയിരിക്കുമോ? അല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളോട്. നിങ്ങളിങ്ങനെ ഓരോ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഉഷാവറിയിൽ അത് ഉഷാവർ കഴിഞ്ഞ ദിവസം ചോദിക്കാം. മറ്റൊരു വിഷയത്തിൽ ഈ മുനമ്പം വിഷയത്തിൽ ലീഗിന്റെ അല്ലാതെ പിന്നെ ഇവര് പറയും സമസ്ത സംബന്ധിച്ചിടത്തോളം ഈ സമസ്ത പഠിച്ചുകൊണ്ടിരിക്കും, അതിന്റെ ആധാരം കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം സമസ്ത പറയും. സർക്കാർ നോക്കണം. പിന്നെ ഇതൊക്കെ തന്നെ ഒരു സർക്കാർ ഉണ്ടല്ലോ നമുക്ക്, നിയമവും കോടതിയൊക്കെ ഉണ്ട്, അവരെ ചെയ്യേണ്ടത്. ഇത് ലീഗിന്റെ ആളുകളെ വന്ന് ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ വന്ന് ബുദ്ധിമുട്ടിക്കുക, നിങ്ങൾ പറയുന്നു അറിയാം. എന്നിട്ട് ലീഗിൽ പറഞ്ഞത് അവര് അങ്ങനെ, ഒരാൾ അങ്ങനെ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ വാർത്തയാക്കാം, അത് നല്ലതാണ്. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് തീരുമാനം, അതല്ലേ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അതൊരു മതപരമായ കാര്യമായതുകൊണ്ട് അതിന്റെ ആധാരമൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പറയാൻ പറ്റും. മറ്റുള്ള പിന്നെ വിഭാഗക്കാർ അവർ ചിലപ്പോൾ അതിന്റെ ആധാരം പഠിച്ചിട്ടുണ്ടാവും. ഞങ്ങളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധാരത്ത് നിങ്ങൾ മനസ്സിലാക്കിയതോണല്ല, ഈ വഖഫ് എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പിന്നെ എഴുതപ്പെടുന്ന അതിൻ്റെ നിബന്ധനകളോടൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. വഖഫ് സാധൂകരിക്കപ്പെടൂലേ, അല്ലെങ്കിൽ വഖഫിൽ അയാൾ പിന്നെ പറഞ്ഞ നിബന്ധനകൾ പരിഗണിക്കണ്ടേ എന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ ഉണ്ട്. അതാണ് ഞങ്ങളതിനെ പറ്റി പഠിക്കണം തന്നെ. ഇതൊരു മതവിധി ആയതുകൊണ്ട് പറയണ്ടേ, പറയണം.